പലപ്പോഴും ജീവിതത്തിന്റെ സന്തോഷവും സൗഭാഗ്യവും, ആ സന്തോഷത്തിലും സൗഭാഗ്യത്തിലും അള്ളാഹു ഇഷ്ടപ്പെടാത്ത മാർഗം സ്വീകരിക്കുന്ന ആളുകൾ അറിയാതെയെങ്കിലും അവരുടെ മനസ്സിൽ വിചാരിക്കുന്നത്, ഈ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ജീവിക്കുന്നത് എന്നതാണ്. യഥാർത്ഥത്തിൽ അതല്ലല്ലോ. ഈ ജീവിതമെന്നത് വളരെ കുറച്ചു കാലം ശൈശവത്തിന്റെ, കൗമാരത്തിന്റെ, യൗവനത്തിന്റെ ഈ ഒരു കാലം ആരോഗ്യമുള്ള, സന്തോഷമുള്ള, നമ്മുടെ ശരീരത്തിന് നമ്മുടെ മനസ്സ് എന്താണോ പറയുന്നത് അത് അതുപോലെ ചെയ്യാൻ കഴിയുന്ന അവസ്ഥാവിശേഷങ്ങൾ വളരെ കുറഞ്ഞ ഒരു കാലമാണ് മനുഷ്യർക്കുള്ളത്. ആ കാലം അനുവദനീയമായ കാര്യങ്ങളിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാലേ മരണസമയം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയും ശാന്തതയും സമാധാനവും ഉണ്ടാകുകയുള്ളൂ. അതിനുശേഷം ഖബറിൽ ഒരു ജീവിതമുണ്ട്. അത് എത്ര കാലമാണ് എന്നറിയില്ല, എത്രയോ കാലം. അവിടെ വിചാരണയുണ്ട്, സ്വർഗീയമായ അനുഭൂതിയുണ്ട്, നരകീയമായ അനുഭൂതിയുണ്ട്. അതിനുശേഷം മഹ്ശറയിൽ എത്രയോ കാലം. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിചാരണയ്ക്ക് ശേഷം സ്വർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന ആഗ്രഹമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നന്മയിൽ പിടിച്ചു നിൽക്കാൻ പ്രചോദിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും ഒക്കെ മനുഷ്യൻ നന്നായി തീരണമെങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും കൂടുതൽ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും അവന്റെ മരണത്തെക്കുറിച്ചാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ജീവിതത്തിൽ മരണത്തെക്കുറിച്ച് നിങ്ങൾ ധാരാളമായി ഓർക്കണം. അങ്ങനെ ഓർക്കുമ്പോഴേ ആ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിനു വേണ്ടി നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്ന, മരണത്തെക്കുറിച്ച് ഓർക്കുന്ന, പരലോകത്തെ ലക്ഷ്യം വെക്കുന്ന ആളുകളുടെ 4 അടയാളങ്ങൾ, അവരുടെ ജീവിതത്തിലെ 4 പ്രത്യേകതകൾ സൂചിപ്പിക്കുന്നു. മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന 4 ലക്ഷണങ്ങൾ. അതിലൊന്നാമത്തേത് യർദഉ അനിൽ മആസി. പരലോകത്ത് രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ വിചാരണയിൽ ഉത്തരം പറയണം, ജീവിതത്തിൽ എനിക്ക് സ്വർഗം ലഭിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ പ്രത്യേകത, അവർ പാപങ്ങളിൽ നിന്ന് ജീവിതത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ആളുകളാണ് എന്നതാണ്. തെറ്റുകൾ എന്നത് നാം സൂചിപ്പിച്ചല്ലോ, എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ ആഗ്രഹമുള്ള ഒന്നാണ്. കാരണം മനുഷ്യ സൃഷ്ടിപ്പ് തെറ്റിനോട് താല്പര്യം തോന്നുന്ന തരത്തിലാണുള്ളത്. ആ തെറ്റിൽ നിന്ന് ഒരു മനുഷ്യനെ സ്വയം നിയന്ത്രിച്ചു നിർത്തുന്നത്, അത് എനിക്ക് മരണപ്പെട്ടു പോകണം, മരണത്തിന് ശേഷം എന്റെ ബർസഖിയായ ലോകവും മഹ്ശറയിലെ ജീവിതവും എന്റെ വിചാരണയും എളുപ്പമാകണം എന്ന ചിന്തയാണ് ഒരു മനുഷ്യനെ തെറ്റിൽ നിന്ന് പിടിച്ചു നിർത്തുന്നത്. അപ്പൊ തെറ്റ് എന്ന് പറഞ്ഞാൽ ഞാനടക്കമുള്ള നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് മനുഷ്യർ അറിയുന്ന തെറ്റ് എന്നതല്ല. നമുക്കൊക്കെ പരസ്യമായ ജീവിതവുമുണ്ട്, രഹസ്യമായ ജീവിതവുമുണ്ട്, എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഇവിടെ നാം ഉറപ്പിക്കേണ്ടത്, എന്റെ പരസ്യ ജീവിതത്തിലും എന്റെ രഹസ്യ ജീവിതത്തിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയണം. അതാണ് ഉറപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കഴിയില്ല. അല്ലാത്തത് അതിലും നല്ലത് നമുക്ക് പരസ്യമായിട്ടും കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുന്നതായിരിക്കും. കാരണം ഇവിടെ ജീവിതത്തിന്റെ എല്ലാ നന്മയും സ്വസ്ഥതയും സമാധാനവും സൗഭാഗ്യവും രസവും ഒക്കെ നഷ്ടപ്പെടുത്തി പുറമെ നമ്മൾ നന്മ അഭിനയിക്കുകയും എന്നാൽ രഹസ്യമായി നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈ ജീവിതത്തിലെ, ഈ ലോകത്തിലെ പല ആസ്വാദനങ്ങളും ഇല്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന,
നാളെ പരലോകത്തിന്റെ വിചാരണ എളുപ്പമാകണം എന്ന് ആഗ്രഹിക്കുന്ന, നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യങ്ങൾക്ക് വിയർക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാർ അവർ ജീവിതത്തിൽ ചെയ്യേണ്ടത് തന്റെ ജീവിതത്തെ തിന്മകളിൽ നിന്ന് അവർക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നതാണ്. മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വരാറുള്ള തിന്മകളെ നമ്മളൊരു മൂന്നായി ചുരുക്കിയാൽ, ഒന്ന്, മനുഷ്യ ജീവിതത്തിൽ ലൈംഗിക വിശുദ്ധി നേടിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ ധാരാളമായി വിജയിച്ച ഒരാളാണ്. നമ്മൾ വിവാഹം കഴിക്കുന്നു, നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വൈകാരികതകൾ, അത് മനുഷ്യന്റെ അതിന്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ് വിവാഹം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്. എന്ന് മാത്രമല്ല, ഇസ്ലാമിൽ വിവാഹം കഴിക്കുക എന്നത് വളരെ ശ്രേഷ്ഠകരമായ ഒരു കാര്യമാണ്. വിവാഹം എന്നത് നബിചര്യയാണ്, പുണ്യം ലഭിക്കുന്ന ഒന്നാണ്. അത് ഇസ്ലാമിലെ അങ്ങനെയുള്ളൂ. അല്ലാത്തതിലൊക്കെ വിവാഹങ്ങൾ ഉണ്ടാകാം, വിവാഹം കഴിക്കുന്നവരുണ്ടാകാം. എന്നാൽ അള്ളാഹുവിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക് ഏറ്റവും അടുത്തവർ ആരാണ്? അവർ പലപ്പോഴും വിവാഹം കഴിക്കാത്തവരാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യം സ്വീകരിച്ചവരാണ്. അവിടെയാണ് നമ്മൾ ഇസ്ലാമിന്റെ ഒരു മാനവികതയുടെ, മനുഷ്യപ്പറ്റിന്റെ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ താല്പര്യത്തിന്റെ വശം കാണേണ്ടത്. ഇസ്ലാം പറഞ്ഞത് വിവാഹം കഴിക്കണം എന്നാണ്. നിങ്ങളൊരു സ്ത്രീയുടെ കൂടെ, ഒരു പുരുഷന്റെ കൂടെ ജീവിക്കണം എന്നതാണ്. കാരണം എന്താണ്? അത് മനുഷ്യന്റെ അടിസ്ഥാനപരമായ ഒരു ആവശ്യമാണ്. ആ ആവശ്യം അള്ളാഹു നൽകി നിർവഹിച്ചതിന് ശേഷം ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ, ലൈംഗികമായ തെറ്റുകുറ്റങ്ങൾ രഹസ്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെ കണിശമായി നാം സൂക്ഷിക്കേണ്ടതുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണത്. അതാണ് ഒരു മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞാൽ. ആ വിഷയത്തിൽ എന്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരണചിന്തയെ കുറിച്ച് ഓർക്കുന്നവരാണോ? പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണ എളുപ്പമാകണമെന്ന് ചിന്തിക്കുന്നവരാണോ? നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ സാധ്യതയുള്ളവരാണോ എന്നത് നമുക്ക് സ്വയം ചിന്തിക്കാം. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങളെ അള്ളാഹു വിചാരണ ചെയ്യുന്നതിന്റെ മുൻപ് നിങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് വിചാരണ ചെയ്യണമെന്ന്. രണ്ടാമത്തേത് സാമ്പത്തിക വിശുദ്ധിയാണ്. സാമ്പത്തിക വിശുദ്ധിയിൽ ഒരു മനുഷ്യൻ മാന്യനായാൽ ഇതുപോലെ പകുതിയിലധികം ആ മനുഷ്യൻ വിജയിച്ചു. ഒരാളുടെ പണം, അനർഹമായ ഒരു രൂപ, ഞാൻ കടം വാങ്ങിയ ഒരു രൂപ, അനർഹമായ ഒരു പണം, ഒരാൾക്ക് കൊടുക്കാനുള്ള പണം, ഇതെന്റെ കയ്യിലില്ല, അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുമെന്ന് ഉറപ്പിച്ചതാണ്. ഒരാളെ പറ്റിക്കാതെ, ഒരാളെ വഞ്ചിക്കാതെ, ഒരാളുടെ പണം അടിച്ചു മാറ്റാതെ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ട്. ഒരു മനസ്സിലൊരു കുത്തില്ലാതെ. അത് പൊതുസമൂഹത്തിന്റെ ഫണ്ടായാലും മറ്റുള്ളവരുടെ അധ്വാനത്തിൽ കൈകടത്തിയതാണെങ്കിലും നമുക്ക് 100% പറയാൻ കഴിയണം, എന്റെ കയ്യിൽ അനർഹമായ സമ്പത്തില്ല, ഞാൻ അധ്വാനിച്ചതേയുള്ളൂ. അപ്പോഴാണ് ഒരു മനുഷ്യൻ സാമ്പത്തിക വിശുദ്ധിയുള്ളവനാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തെറ്റിലേക്ക് പോകാതെ സ്വയം പിടിച്ചു നിൽക്കാൻ കഴിയുന്നവനാണ് മരണചിന്തയുള്ളവൻ, പരലോകത്തെ കുറിച്ച് ഓർക്കുന്നവൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചു. രണ്ടാമത്തേത്, മരണചിന്തയുള്ള അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളുടെ രണ്ടാമത്തെ പ്രത്യേകതയായി സൂചിപ്പിച്ചത് വയുലീനുൽ ഖൽബുൽ ഖാസി. അവരുടെ ഹൃദയം, അവരുടെ മനസ്സ് ലോലമായിരിക്കും, കഠിനമായിരിക്കുകയില്ല എന്നതാണ്. ആണ് അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് മുഹമ്മദ് നബി എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു വൈകാരികത എന്താണ്? ഒരു ഇഷ്ടം എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് മുഹമ്മദ് നബിയോടുള്ള ഒരു ഇഷ്ടം എന്താണ്? ഒരു താല്പര്യം എന്താണ്? ഒരു മുസ്ലിമിന് എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. എന്നാൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന മുഹമ്മദ് നബി എന്താണ്? ആ മുഹമ്മദ് നബി മതത്തിന്റെ നിയമങ്ങൾ പാലിച്ച ഒരു പ്രവാചകൻ. അതോടൊപ്പം എന്താണ്? എല്ലാവരോടും സ്നേഹമുള്ള പ്രവാചകൻ, എല്ലാവർക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത പ്രവാചകൻ, മാന്യമായി എല്ലാവരോടും പെരുമാറുന്ന പ്രവാചകൻ, ആരോടും കോപിക്കാത്ത പ്രവാചകൻ, മാന്യനായി സംസാരിക്കുന്ന പ്രവാചകൻ,
അപ്പോഴെന്താണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്? പ്രവാചകന്റെ മനസ്സിന്റെ, ഹൃദയത്തിന്റെ ആ ആർദ്രതയാണ് പ്രവാചകനിലേക്ക് നമ്മെ ആകർഷിപ്പിക്കുന്നത്, ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളുകളെയും ആകർഷിപ്പിച്ചത്. അപ്പൊ മരണചിന്തയുള്ള, മരിച്ചു പോകണം, എന്നെ എന്റെ റബ്ബ് വിചാരണ ചെയ്യും, നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ ഹൃദയം ലോലമായിരിക്കും, അത് കഠിനമായിരിക്കുകയില്ല. അതുകൊണ്ട് ഒരുപാട് ലാഭം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകും. നമ്മുടെ മനസ്സ് ലോലമായ മനസ്സാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വന്നാൽ ഒരു പക്ഷെ ആളുകളോട് പറഞ്ഞു തീർത്തു എന്ന് വരും, എന്നാലും നമ്മുടെ മനസ്സിലൊന്നുമില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജീവിതത്തിലും വിജയിക്കാൻ കഴിയും. ഇപ്പൊ എത്രയോ ആളുകളുണ്ട് സമൂഹത്തിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിവാഹം കഴിഞ്ഞിട്ടുണ്ടാവും, 2 3 മക്കളായിട്ടുണ്ടാവും, പക്ഷെ അവർ വേർതിരിഞ്ഞാണ് പലപ്പോഴും ജീവിക്കുക. ആർക്കാ നഷ്ടം? ആത്യന്തികമായ നഷ്ടം ആർക്കാണ്? ഒന്ന് അവർക്ക് തന്നെയാണ്, ഒന്ന് പരസ്പരം ഒന്നിരുന്ന്, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊന്നിരുന്ന് രണ്ടു കൂട്ടരും മാന്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതൊന്ന് കേൾക്കാൻ തയ്യാറായി, രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ മൈനസുകൾ ഒന്ന് അംഗീകരിച്ച്, ശരി ഇത്രയും കാലം ഇങ്ങനെയൊക്കെ സംഭവിച്ചു, ഈ നെഗറ്റീവ് സംഭവിച്ചാൽ പോസിറ്റീവും ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ, നമുക്ക് ഇനി ഇവർ കുറച്ചു കാലം ഒരു നല്ല രൂപത്തിൽ ഇവർ ജീവിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. അവർക്കും രണ്ടുപേർക്കും മനസ്സിന് അതിനൊരു താല്പര്യമുണ്ട്, നിങ്ങൾ മാതാപിതാക്കളും അതൊന്ന് പരസ്പരം കേൾക്കൂ എന്ന് മാന്യമായി പറഞ്ഞാൽ ശരി, ഇനി അവരൊന്ന് നല്ല രൂപത്തിൽ ജീവിക്കട്ടെ. അപ്പോഴേക്ക് മനസ്സില് അവളുടെ ഉപ്പ എന്നോടെന്താ പറഞ്ഞത്? ആര്? ഇവന്റെ ഉപ്പ. അവളുടെ ഉമ്മ എന്നോടെന്താ പറഞ്ഞത്? ആര്? ഇവളുടെ ഉമ്മ. പ്രശ്നമായില്ലേ? എന്തുകൊണ്ടാ? അത് ലോലമായ മനസ്സില്ലാത്തത് കൊണ്ടാണ്. അവര് ജീവിക്കട്ടെ. കാരണം 2 3 മക്കളുണ്ട്, ഈ മക്കളൊക്കെ വലുതാകും, ഈ മക്കളുടെ വിവാഹം കഴിയും. പെൺകുട്ടികളാണെങ്കിൽ അവർക്ക് വിവാഹം കഴിഞ്ഞാൽ വന്ന് നിൽക്കാൻ ഒരു സ്ഥലം വേണം. ആൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടി ഒരു ഉമ്മയുടെ അടുത്തേക്ക്, ഉപ്പയുടെ അടുത്തേക്ക് ഈ കുട്ടികളെ കൊണ്ടുവരണം. അവർക്ക് ഗർഭകാലമുണ്ട്, അവർക്ക് പ്രസവകാലമുണ്ട്, അതിനുശേഷമുള്ള പേരക്കുട്ടികളുണ്ട് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ അതൊരു സന്തോഷല്ലേ? അതൊരു ലോലമായ ഹൃദയമല്ലേ? അതാണ് മരിച്ചു പോകണം എന്ന് വിചാരിക്കുന്ന, പരലോകത്ത് രക്ഷപ്പെടണം എന്ന് വിചാരിക്കുന്ന ആളുകൾ, അവരുടെ മനസ്സ് ലോലമായിരിക്കും. ജേട്ടനും അനിയനും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി, സ്വാഭാവികമാണ്, എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാകും. അതിന്റെ വൈകാരികതയും അതിന്റെ അളവും ഒക്കെ വ്യത്യാസമായിരിക്കും. എന്നാലും ജേട്ടനും അനിയനും അല്ലേ? ഒരാൾ തളർന്നാൽ താങ്ങാകാൻ മറ്റാൾ ഉണ്ടാകുമല്ലോ. ഇങ്ങനെ ഒരു വിചാരം മനുഷ്യന്റെ മനസ്സിനെ ലോലമാക്കും. എന്നാൽ കഠിനമായി കഴിഞ്ഞാലോ അയാൾക്ക് എവിടെയും സമാധാനം ഉണ്ടാവില്ല. കടുത്ത മനസ്സുള്ള, വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തവർ, ആര് പറഞ്ഞാലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്തവർ, അവർക്ക് കുടുംബ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല, അവർക്ക് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, മാതാപിതാക്കളായി ജീവിക്കുമ്പോൾ അവർക്ക് സമാധാനം ഉണ്ടാവില്ല. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായിരിക്കും അറിയോ? ഏറ്റവും വലിയ പ്രത്യേകത, അവർ മാത്രമാണ് ശരിയെന്ന് വിചാരിക്കുകയും ബാക്കിയുള്ളവർ തെറ്റാണ് എന്നവർ വിചാരിക്കുകയും ചെയ്യും. എന്നോട് അല്ലെങ്കിൽ നിങ്ങളോട് 4 ആളൊരു കാര്യം, ഒരേ കാര്യം പറഞ്ഞാൽ നമ്മൾ എന്താ ചിന്തിക്കണ്ടേ? ഒരാളല്ല, 2 ആളല്ല, 3 ആള് അല്ലെങ്കിൽ 4 ആൾ. 4 ആളും പറയുന്നത് ഒരേ കാര്യം. ആ കാര്യം എന്താ? നിങ്ങൾ ആ വിഷയം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, നിങ്ങൾ ആ കാര്യത്തിൽ ഒരു ജാഗ്രതയുള്ള ആളാകണം കേട്ടോ എന്ന് പറയുമ്പോ ഏറ്റവും ചുരുങ്ങിയത് എന്റെ അടുത്ത് അതിൽ എന്തോ ഒരു ന്യൂനതയുണ്ട്, അതുകൊണ്ടാണല്ലോ 4 ആളും ഈ കാര്യം എന്നോട് പറഞ്ഞത് എന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത്? ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല. അതാണ് ലോലമായ മനസ്സെന്ന് പറഞ്ഞാൽ. അപ്പോൾ പ്രശ്നങ്ങളെ തീർക്കാൻ കഴിയും, സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയും. വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും പ്രഷറും അസുഖങ്ങളും ഗ്യാസും ഇതൊക്കെ ഇങ്ങനെയുള്ള രോഗങ്ങൾ കൊണ്ട് വരുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനം. സന്തോഷത്തോടുകൂടി, രോഗമില്ലാതെ സമാധാനത്തോടുകൂടി ജീവിക്കാൻ കഴിയും, മനുഷ്യരോട് മാന്യമായി വർത്തിക്കാൻ കഴിയും. അതാണ് മരണചിന്തയുള്ള ആളുകളുടെ. മരിച്ചു പോകണല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകൾ എന്താ വിചാരിക്കുക? പടച്ചോനെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ പള്ളി കാണല്ലോ എന്റെ മയ്യത്ത് കൊണ്ടുവരാ, ഈ മഹലിന്റെ കീഴിലുള്ള മയ്യത്ത് എങ്ങോട്ടാ കൊണ്ടുവരാ? ഇങ്ങോട്ടാ കൊണ്ടുവരാ. ഇവിടെ വെക്കുക. ഇവിടെ വെക്കുമ്പോ 1ാമത്തെ സൊഫിലും 2ാമത്തെ സൊഫിലും ഒക്കെ നമുക്ക് അറിയുന്നവരുണ്ടാകുക, നമ്മളോട് ഇഷ്ടമുള്ളവരുണ്ടാകുക. അപ്പൊ നമ്മളോട് ഇങ്ങനെ പറയുമ്പോ സ്വാഭാവികമായി സാമ്പത്തിക ബാധ്യത ജ്യേഷ്ഠൻ ഏറ്റെടുത്തു, അനിയൻ ഏറ്റെടുത്തു, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇതെല്ലാവർക്കും വേണ്ടി പറയും. നമുക്കൊക്കെ വേണ്ടി പറയുമല്ലോ. പറയണോ പറയണ്ടേ എന്നുള്ളത് വേറെ, പറയുമല്ലോ. അപ്പോ
മനുഷ്യന് സ്വാഭാവികമായ ഒരു ചിന്തയുണ്ടാകണം. ഇത് പറയുമ്പോ എന്നോട് വെറുപ്പില്ലാത്ത, എന്നോട് ഇഷ്ടമുള്ള, ഞാൻ ഉപദ്രവിക്കാത്ത ആളുകൾ എന്റെ പിന്നിൽ മയ്യിത്ത് നമസ്കരിക്കാൻ ഉണ്ടാകണം എന്ന ചിന്ത വിശ്വാസികൾക്കുണ്ടാകണം. അതിനൊരു ലോലമായ തെളിമയുള്ള ഹൃദയം ഉണ്ടാകണം. മൂന്നാമത്തേത് പറഞ്ഞത് വയദ്ഹബുൽ ഫറഹു ദുനിയ. അവർ ദുനിയാവിന്റെ സന്തോഷത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഉണ്ടാകുക. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താക്കണം? ജീവിതം എന്ന് പറഞ്ഞാൽ കളറാക്കണം എന്നാണ്. ജീവിതം കളറാക്കുന്നതിന് പ്രശ്നമില്ല. ഹലാലായി ജീവിതത്തെ കളറാക്കുക എന്നത് പ്രശ്നമല്ല. പക്ഷെ ജീവിതം കളറാകുന്നതിനേക്കാൾ പരലോകം കളറാകണം. വിചാരണ വൈബാകണം. ചോദ്യം ചെയ്യുന്ന സമയത്ത് നല്ല സന്തോഷം ഉണ്ടാകണം. മഹ്ശറയിൽ നിൽക്കുമ്പോൾ നല്ല വൈബ് ഉണ്ടാകണം. അല്ലാതെ ദുനിയാവ് മാത്രം കളറും വൈബുമായിട്ട് കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കണം. ജീവിതം ഒന്നേയുള്ളൂ. അത് ആസ്വദിക്കുക, അത് അടിച്ചു പൊളിക്കുക, അത് കളറാക്കുക, അത് വൈബാക്കുക. ആക്കാം ഹലാലിന്റെ ഉള്ളിലാകണം, ഹറാമിലേക്ക് കലരാതെയാകണം. അപ്പോ ഒരാൾ ജീവിതം കളറാക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കേണ്ടത് പരലോകവും കളറാകണം. ജീവിതത്തിലെ സന്തോഷം മാത്രം പോരാ. ഞാൻ 5 വക്ത് നമസ്കരിക്കാതെ, അള്ളാഹുവിനെ സൂക്ഷിക്കാതെ, ഹറാമുകൾ ജീവിതത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്ന് ജീവിതത്തെ ആസ്വദിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വിവാഹമുണ്ടാകും. അപ്പൊ വിവാഹം എന്നൊക്കെ പറഞ്ഞെന്താ? ഒരു ആരാധനയാണ്, അല്ലെ? എന്നാൽ ചില വിവാഹങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ആ വിവാഹത്തിനു വേണ്ടി കൂടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരുണ്ടാവും. എനിക്ക് ചെറുപ്പക്കാരോടൊക്കെ സൂചിപ്പിക്കാനുള്ളത്, കല്യാണം കഴിക്കുന്ന ആൺകുട്ടികളോട് പ്രത്യേകിച്ചും പറയാനുള്ളത്, വിവാഹം എന്നത് ഒരു ആരാധനയാണ്. അതുകൊണ്ട് വിവാഹത്തിലേക്ക്, നിക്കാഹിനു വേണ്ടി ഒരു ഓഡിറ്റോറിയത്തിലേക്ക്, ഒരു വീട്ടിലേക്ക് സുഹൃത്തുക്കളെ കൊണ്ടുവരുമ്പോൾ മാന്യമായി അങ്ങോട്ട് വരണം. വളരെ മാന്യമായി. ആ കാലം എത്തി എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനിയും നേരം വെളുക്കാത്ത കുറെ ആളുകൾ ഉണ്ടാവും. ഇപ്പോഴും നേരം വെളുക്കാത്ത മനുഷ്യന്മാരുണ്ടാവും. അപ്പൊ അങ്ങനെ അതിന്റെ കാലം കഴിഞ്ഞുപോയി. ഒരു 3-4 കൊല്ലം മുമ്പ് അതൊക്കെ കഴിഞ്ഞുപോയി. കാരണം എന്താ? നമ്മൾ വിവാഹം ചെയ്യുന്ന പെൺകുട്ടി, അവൾ നമുക്ക് സമാധാനം തരണം, അവൻ നമുക്ക് സമാധാനം തരണം. നിങ്ങൾക്കറിയുമോ, ഒരു വിവാഹ ഖുതുബക്ക് വേണ്ടി, ഒരു നിക്കാഹ് പ്രസംഗത്തിനു വേണ്ടി വരുന്ന ഒരാൾ, അയാൾ വരുമ്പോ ആ ഓഡിറ്റോറിയത്തിലേക്ക്, ആ പന്തലിലേക്ക്, ആ വീട്ടിലേക്ക് അങ്ങ് കടന്നു വരുമ്പോ അയാളുടെ മനസ്സിന് ലഭിക്കുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷം അല്ലെങ്കിൽ പ്രസംഗം ശരിയാവില്ല. എന്ന് മാത്രമല്ല, ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് വിചാരിക്കും. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന്. ഒരു തരം മനസ്സിന്റെ വല്ലാത്ത പ്രയാസത്തിലാണ് ആ നിക്കാഹ് അവിടെ നടക്കുക. ആ നിക്കാഹിന് ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥമായി അവിടെ വന്ന കാരണവന്മാരും മാതാക്കളും പിതാക്കളും എല്ലാവരും ഉണ്ടാവും. ഒന്ന് പ്രാർത്ഥിക്കണ്ടേ? അതിങ്ങനെ തുടങ്ങുമ്പോ തന്നെ ആ സൈഡിൽ നിന്ന് ഒരു പടക്കള പൊട്ടും. വളരെ മോശമല്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരോട് ഇതൊക്കെ അനുഭവം കൊണ്ട് പറയണം. ചെറുപ്പക്കാരോട് പറയണം, അങ്ങനെയാണോ? എന്റെ കൂടെ നിക്കാഹിന് വരണ്ട. അവിടെ പടക്കം പൊട്ടാൻ പാടില്ല. അവിടെ ആവശ്യമില്ലാത്ത ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കാരണം നിക്കാഹ് എന്നത് ഒരു പെണ്ണിനെ ഒരു പുരുഷന് ഹലാലാക്കി കൊടുക്കണം. അത് വലിയൊരു സംഭവമായിട്ടൊന്നല്ല നടത്തുന്നത്. 2 സാക്ഷികളും ഒരു സംസാരവും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു. അപ്പോൾ ആ സദസ്സിന് ഒരു ധന്യതയുണ്ട്, ഒരു പവിത്രതയുണ്ട്, ഒരു മാന്യതയുണ്ട്. നിക്കാഹ് കഴിഞ്ഞാലും മരിക്കുന്നതുവരെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കണം. അതിന് പ്രാർത്ഥന വേണം, ബറക്കത്ത് വേണം, സമാധാനം വേണം. അപ്പോൾ ജീവിതത്തെ കളറാക്കാം, പക്ഷേ പരലോകത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിതത്തെ കളറാക്കരുത്. നിസ്കാരമില്ലാതെ പിന്നെ 10 മണിക്ക് ഒരുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടി 5 മണി വരെ സ്റ്റേജിൽ നിന്നുകൊണ്ട് ഫോട്ടോ എടുത്താൽ ളുഹ്ർ എവിടെ? അസർ എവിടെ? ഒന്നാം തീയതി തന്നെ ളുഹ്ർ അസറും ഇല്ല. അത് പാടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നിർബന്ധമല്ലേ നിസ്കാരം? നമ്മള് പുതിയാപ്പിളയായിക്കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നിസ്കരിച്ചുകൊണ്ട്, ജമാഅത്തായി നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങുന്നു. നമസ്കാരത്തിന്റെ സമയമായാൽ ഇറങ്ങുന്നു. അപ്പൊ ഫോട്ടോഗ്രാഫർമാരോടൊക്കെ ഒന്ന് നിൽക്കാൻ പറയാം, എനിക്കൊന്ന് നിസ്കരിക്കാൻ കിട്ടോ എന്ന് പറയാം.
അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് മരണചിന്ത, പരലോകത്തെ വിചാരണ ഉദ്ദേശിക്കുന്ന ആളുകൾ ജീവിതത്തിൽ സന്തോഷമാകാം, എന്നാൽ അള്ളാഹു പറഞ്ഞ നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള സന്തോഷം ഉണ്ടാകരുത്. അതാണ് മരണചിന്തയുള്ള ആളുകളുടെ മൂന്നാമത്തെ പ്രത്യേകതയായി സൂചിപ്പിച്ചിട്ടുള്ളത്. നാലാമത്തേത് യഹൂനുൽ മസ്വാഇബു ഫീഹ, ജീവിതത്തിൽ ചില വിഷമങ്ങൾ ഉണ്ടാകും, ചില പ്രയാസങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. ജീവിതം എല്ലാ കാലവും സന്തോഷമായി കൊള്ളണമെന്നില്ല. എന്നാൽ പരലോകത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക് അത് ലഘൂകരിക്കാൻ കഴിയും. എത്രയോ ആളുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സമൂഹത്തിൽ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. വിവാഹം കഴിഞ്ഞു, മക്കളില്ല. എന്നാൽ അത് പ്രയാസമാണ്, സങ്കടമാണ്. എന്നാൽ എനിക്ക് നാളെ പരലോകത്ത് അല്ലാഹു ഇതിന് പകരമായി മക്കളെ നൽകും. അതല്ലെങ്കിൽ എനിക്ക് അല്ലാഹു മക്കളെ നൽകാത്തത്, എത്രയോ മക്കളെ കൊണ്ട് ചാനലുകൾക്ക് മുന്നിൽ വന്നുകൊണ്ട് മകന്റെ പ്രയാസങ്ങൾ സങ്കടത്തോടുകൂടി അവരോട് പറഞ്ഞ് ഈ മകനെ ഒന്ന് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് നിങ്ങൾ കൊണ്ടുപോകണം എന്ന് പറയുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അല്ലാഹുവേ, എനിക്ക് നീ മക്കളെ തരാത്തത് അതിൽ ഒരു ഖൈറുണ്ടാകാം എന്ന് വിചാരിച്ചാൽ നമുക്കത് ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും. വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് മക്കളെ നോക്കി വളർത്തിയ മാതാപിതാക്കൾ ഉണ്ടാകും. പുതിയ കാലത്തിന്റെ ഒരു പ്രത്യേകത, എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല, എല്ലാ കാലത്തും ഉണ്ടാകും. എന്നാലും ഒരു 13 വയസ്സിൽ നിന്നൊരു 14-15 വയസ്സിലേക്ക് ചാടിയാൽ മാതാപിതാക്കളോട് പിന്നെ എങ്ങനെയും സംസാരിക്കാം എന്ന് വിചാരിക്കുന്ന മക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. പിന്നെ എങ്ങനെ സംസാരിക്കാം? ഉമ്മ ഒരു കാര്യം പറഞ്ഞാൽ ഒന്ന് മര്യാദക്ക് നിന്നുകൊണ്ട് ഉമ്മയോട് വളരെ ഡീസന്റോടുകൂടി മറുപടി പറയുന്ന ഒരു മകൻ, അതില്ലെങ്കിൽ പിന്നോ വലിയ നിസ്കാരക്കാരനായിട്ട് ഒരു കാര്യമല്ല. അവൻ വലിയ ഇബാദത്തും ആരാധനയുമുള്ള ആളാണ്. പക്ഷേ സ്വന്തം മാതാവിനോട് സഹവാസവും സാന്നിധ്യവും ഇല്ലാതെ ജീവിച്ചിട്ട് കാര്യമല്ല. അത് മനസ്സിലാക്കണം. ഉമ്മ എന്ന് പറഞ്ഞ ആരാണ്? ബാപ്പ എന്ന് പറഞ്ഞ ആരാണ്? നമ്മുടെ ജനനത്തിന് കാരണമായി തീർന്ന ആളുകളുണ്ട്. ചില ആളുകൾക്കൊക്കെ 2-3 ആൺകുട്ടികൾ ഉണ്ടാവും. ഒരു ഭർത്താവ് മരണപ്പെട്ടു പോകും, പിന്നെ ആരുള്ളത്? പിന്നെ ഉമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു അസുഖമായി കഴിഞ്ഞാൽ പണം കൊടുക്കാൻ ആരുമില്ല. പലപ്പോഴും ആളുകൾ പറയും, ഒരു കുട്ടിയായാൽ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. ഒരൊറ്റ കുട്ടിയായാൽ ആരാണിത് പറയുന്നത്? 4-5 പ്രസവം നടക്കണമെങ്കിൽ ഒരു ഉമ്മ എത്രത്തോളം പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കുട്ടിയുള്ള മാതാവ് പറയും, 5 കുട്ടികളെ കാണുമ്പോ, ഇയൊക്കെ എത്ര ഭാഗ്യമുള്ള ആളല്ലേ, 5 കുട്ടികൾ എനിക്കുണ്ടല്ലോ, 4 കുട്ടികൾ എനിക്കുണ്ടല്ലോ. പക്ഷെ ഈ കുട്ടികൾ വലുതായി ഒരു പ്രായമെത്തിയാൽ ഈ മാതാവ് മറ്റേ മാതാവിനോട് പറയാ, എടീ 4-5 ഉണ്ടാകുന്നതിനേക്കാൾ നല്ലത് ഒന്നാണെങ്കിൽ ആ ഒന്നിന് മനസ്സിലാവും ഈ ഞാൻ മാത്രം എന്റെ ഉമ്മാനെ നോക്കാനുള്ളൂ എന്നുള്ളത്. അല്ലെങ്കിൽ അവരിങ്ങനെ ഓഹരി വെക്കും, ഉമ്മാക്ക് അസുഖമായി, അത് അവൻ കൊണ്ടേക്കോളും, ഉമ്മാക്ക് സുഖല്ല, അത് ഓൻ കൊണ്ടേക്കോളും, അത് ഓൻ നോക്കിക്കോളും. ഓരോരുത്തരും ഇങ്ങനെ ഓഹരി വെച്ച് അവസാന കാലത്ത് ഇങ്ങനെ പ്രായമായി കഴിഞ്ഞാല് 1 മാസം ഒരാളുടെ വീട്ടില്, 1 മാസം ഒരാളുടെ വീട്ടില്, എന്നിട്ട് ഇങ്ങനെ പരസ്പരം തട്ടിക്കളിക്കുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവുമ്പോ ഒന്ന് മക്കൾ ഇങ്ങനെ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തരുത്. ഇനി ഉണ്ടാവുമ്പോ പടച്ചോനെ പരലോകമുണ്ടല്ലോ എന്ന ആശ്വാസം, സ്വർഗമുണ്ടല്ലോ എന്ന ആശ്വാസം പരലോക വിശ്വാസമുള്ള ആളുകൾക്ക് ഉണ്ടാകും. വിധവകൾ, ഭർത്താക്കന്മാർ ഒരു 20, 21, 22 വയസ്സ് 30 വയസ്സൊക്കെ ആകുമ്പോൾ മരിച്ചു പോകുന്ന വിധവകൾ, അവർക്ക് എല്ലാ കാലത്തും സംരക്ഷണം നൽകാൻ അവർക്ക് സാധിക്കണം. അനാഥകൾ, പ്രയാസപ്പെടുന്നവർ, ഇവർക്കൊക്കെയുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് പരലോക ജീവിതമുണ്ടല്ലോ എന്ന ആശ്വാസമാണ്. ഇത് വലിയ ആശ്വാസമാണ്. അതാണ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്. ഈ 4 ലക്ഷണങ്ങൾ മരണാനന്തര ജീവിതത്തെ കുറിച്ച് ശ്രദ്ധയുള്ള ആളുകൾക്ക് ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രവാചകനോട് ചോദിച്ചു, യാ നബി അല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, മൻ അഖിയസുന്നാസ് വ അക്റമുന്നാസ്, ആരാണ് പ്രവാചകരെ ജനങ്ങളിൽ നല്ല ബുദ്ധിയുള്ള മനുഷ്യരും മാന്യരായ മനുഷ്യരും ആരാണ്? നബിയോട് ചോദിക്കാണ് ഒരു അൻസാരിയായ സഹാബി, പ്രവാചകരെ ജനങ്ങളിൽ നല്ല ബുദ്ധിയുള്ളവരും മാന്യരായ ആളുകളും ആരാണ്? അപ്പൊ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാൻ, ഫഖാല അക്തറുഹും ദിക്റൻ ലിൽ മൗത്ത്, അവർ ധാരാളമായി മരണത്തെ കുറിച്ച് ഓർക്കുന്നവരാണ്, അവരാണ് നല്ല ബുദ്ധിയുള്ളവരെന്ന് പറഞ്ഞാൽ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒരു ദിവസം പടച്ചോനെ ഞാൻ മരിച്ചു പോകുമല്ലേ, അതുകൊണ്ട് എന്റെ ജീവിതം ശ്രദ്ധിക്കണല്ലേ, എന്റെ ആരാധനകളിൽ ഞാൻ ശ്രദ്ധ പുലർത്തണമല്ലോ എന്നവർ ശ്രദ്ധിക്കും. അവർ മരണാനന്തര ജീവിതത്തിനു വേണ്ടി അവർ ഒരുങ്ങും.
അപ്പൊ മരണാനന്തര ജീവിതത്തിന് വേണ്ടി ഒരുക്കം നടക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മള് പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിൽ കുറെ തിയറിയും എത്തിക്സും കുറെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതായത് ഇത് വളരെ നല്ല പ്രായമാണ്, ഈ പ്രായത്തിൽ ബാക്കി എന്ത് ശ്രദ്ധിച്ചാലും നമ്മുടെ ബിസിനസ് വളരൂല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറും ബിസിനസ് കച്ചവടം എന്നൊക്കെ പറഞ്ഞ എത്തിക്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ആകാം. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് അതുപോലെ പ്ലാനിങ് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. ഇന്ന സമയത്ത് ജമാഅത്ത് നമസ്കാരമാണ്, പള്ളിയിലെത്തണം. ഇന്ന സമയത്ത് സുബഹി നമസ്കാരമാണ്, പള്ളിയിലെത്തണം. ഇന്ന സമയത്ത് ഇന്ന ആരാധനകളും പ്രാർത്ഥനകളും ഉണ്ട്. ഇതുപോലെ ഒരു പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കം കൂടി ബുദ്ധിയുള്ള ആളുകൾക്കുണ്ടാകുമെന്നാണ്. ഉലൈകഹുമുൽ അഖിയാസു, അവരാണ് ബുദ്ധിയുള്ളവർ. ദഹബൂ ബിശറഫി ദുനിയാ വകറാമത്തിൽ ആഖിറ, അവർ ദുനിയാവിന്റെ ശ്രേഷ്ഠതയും പരലോകത്തിന്റെ ശ്രേഷ്ഠതയും നേടിയെടുത്ത ആളുകളാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണചിന്തയുള്ള ആളുകൾ, നാളെ പരലോകത്ത് എനിക്ക് രക്ഷപ്പെടണം, എനിക്ക് വിചാരണയുണ്ട്, എനിക്ക് സ്വർഗം ലഭിക്കണം എന്ന് ചിന്തയുള്ള ആളുകൾ ഈ തരത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യണം. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് കണ്ടോ? ഖുർആനിൽ സൂചിപ്പിക്കുന്നത് ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, അവരുടെ തൊണ്ടക്കുഴിയിൽ മരണം വന്നെത്തിയാൽ. ഖുർആൻ മരണത്തിന്റെ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. വഅൻതും ഹീന ഇദിൻ തൻദുറൂൻ, ആ സമയത്ത് അവർ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. വനഹനു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, അല്ലാഹു പറയുന്നു, ഞാൻ അവരുടെ തൊട്ടടുത്തുണ്ട്, പക്ഷെ അവർക്ക് കാണാൻ കഴിയൂല. എന്നിട്ട് ഖുർആൻ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സ്വാദിഖീൻ, ഞങ്ങൾ പ്രതിഫല നടപടിക്ക് വിധേയരല്ല എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, അങ്ങനെ വാദിക്കുന്ന ആളുകൾ ആ മരണത്തെ ഒന്ന് പിന്തിപ്പിക്കാൻ, ആ മരണത്തെ ഒന്ന് പിടിച്ചു വെക്കാൻ, അതിന്റെ സമയത്തെ ഒന്ന് മാറ്റാൻ അവർക്ക് സാധിക്കുമോ? ഇല്ല. പിന്നെ ഖുർആൻ പരലോകത്തെത്തിക്കഴിഞ്ഞാൽ പറയുന്ന 3 കാറ്റഗറി ആളുകളാണ്. അവരാണ് ജീവിതത്തിൽ വിജയിച്ചവർ. അവരാണ് ഈ മരണചിന്തയിൽ നിന്ന് നാളെ പരലോകത്ത് രക്ഷപ്പെടുന്നവർ. ഖുർആൻ പറയണം, ഒന്നാമത്തെ വിഭാഗം മരണത്തിന് ശേഷം ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ഒന്നാമത്തെ വിഭാഗമാണ് അല്ലാഹുവിലേക്ക് ഏറ്റവും അടുത്ത ആളുകളാണോ അവർ, ദുനിയാവിൽ മരണചിന്തയോടെ മരിച്ചു പോകണമെന്ന ചിന്തയോടെ ദുനിയാവിന്റെ ഹലാലായ എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ ഭാഗമാക്കുന്നതിന്റെ കൂടെ പരലോകത്തെ മറക്കാതെ നല്ല മനുഷ്യരായി ജീവിച്ചു കഴിഞ്ഞാൽ അവരാണ് ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, അല്ലാഹുവിലേക്ക് ഏറ്റവും മുഖറബീങ്ങളായ ആളുകൾ. ഫറൗഹുൻ, അവർക്കവിടെ ആശ്വാസമുണ്ട്. വറൈഹാനുൻ, അവർക്കവിടെ സമ്പുഷ്ടമായ ഭക്ഷണമുണ്ട്. വജന്നത്തു നഈം, അനുഗ്രഹത്തിന്റെ സ്വർഗ്ഗമുണ്ട്. അതാണ് രണ്ടാമത്തെ കാറ്റഗറി, വലതുപക്ഷക്കാരായ ആളുകൾ. അവർക്കുമുണ്ട് ആ വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങിയ ആളുകൾ, വലതുപക്ഷക്കാരായ ആളുകൾ, അവർക്ക് സമാധാനമുണ്ട്, ശാന്തതയുണ്ട്. മൂന്നാമത്തെ വിഭാഗമോ വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ളാലീൻ, എന്നാൽ ഇതൊക്കെ ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു, പറയുന്നവരാണെങ്കിലും കേൾക്കുന്നവരാണെങ്കിലും ഇതിനെയൊക്കെ ഒരു മാനസികമായ ഒരു നിഷേധം, നിനക്ക് ഇങ്ങനെ എല്ലാ ആളുകളും പറയുന്നതാണല്ലോ, ഇതൊക്കെ നമ്മൾ എത്ര കേട്ടതാണ് എന്ന നിലക്ക് നമ്മൾ അതിനെയൊക്കെ കളവാക്കി വഴിപിടച്ച ജീവിതം നയിച്ചാൽ ഫനുസുലും മിൻ ഹമീം. നുസുൽ എന്ന് പറഞ്ഞ ഒരാൾ വീട്ടിലേക്ക് കയറുമ്പം കൊടുക്കുന്ന ആ ഒരു വെൽക്കം ഡ്രിങ്ക് ഫുഡൊക്കെ ഉണ്ടല്ലോ, നുസുൽ എന്ന് പറയാം. ഫനുസുലും മിൻ ഹമീം, അയാൾ ചൊല്ലുമ്പം തന്നെ നരകത്തിൽ നിന്നുള്ള ഭക്ഷണമാണ്, വെള്ളമാണ് അവർ അയാൾക്ക് നൽകുക. വതസ്ലിയത്തു ജഹീം, അയാളെ നരകത്തിൽ അല്ലാഹു പ്രവേശിപ്പിക്കും. ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, ഇത് സത്യസന്ധമായ നാളെ സംഭവിക്കാനിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമുള്ള കാര്യമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളുമൊക്കെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം വേണം, സൗഭാഗ്യം വേണം, രസം വേണം, എല്ലാം വേണം. അതിന്റെ കൂടെ പരലോകത്തെ മറക്കാതെ മരണചിന്തയും ജീവിതത്തിന്റെ ഭാഗമാക്കി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.